Hi friends, welcome back to my channel. ഇന്നൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ഇതിനു മുന്നത്തെ വീഡിയോസിലേക്ക് ഞാൻ ഡ്രൈ ലീവ്സ് ഉപയോഗിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഉണ്ടാക്കിയതാണ് എന്നുള്ളത്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളതൊക്കെ ഒരുപാട് പേര് കമൻ്റ് ആയിട്ട് ചോദിച്ചിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ്. നാച്ചുറൽ ആയിട്ടുള്ള ഏതൊരു ഗ്രാസ് വെച്ചിട്ട് നമുക്കിതുപോലെ ഡ്രൈ ലീവ്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ഇതുപോലെയുള്ള ലെമൺ ഗ്രാസിൻ്റെ കതിര് വെച്ചിട്ടാണ്. സാധാരണ പറമ്പിലൊക്കെ കാണുന്ന ഒരു തരം പുല്ലാണിത്. അപ്പോൾ ഇതിൻ്റെ ഒരു കതിര് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഡ്രൈ ലീവ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇത് ഞാൻ കഴിഞ്ഞ വർഷം പറിച്ചെടുത്തതായിരുന്നു. എന്നിട്ട് ഇങ്ങനെ ഡ്രൈ ആക്കി എടുത്തതാണ്. ഇപ്പോൾ ഒരു വർഷത്തിലേറെയായി ഇത് പറിച്ചെടുത്തിട്ട്. പച്ചയായിരിക്കുന്ന സമയത്ത് തന്നെ പറിച്ചെടുത്തതാണ്. എന്നിട്ട് ഇങ്ങനെ വെയിലത്ത് വെച്ചിട്ടൊന്ന് ഉണക്കിയെടുത്തതായിരുന്നു. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എത്ര കാലം ഇത് കേടുകൂടാതിരിക്കും. ഇങ്ങനെ ഡ്രൈ ആയിട്ടുള്ള ഈ ഒരു കളറിൽ തന്നെ നമുക്ക് ഗ്രാസ് മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ നമുക്കിത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ എന്തെങ്കിലും ഫ്ലവറൊക്കെ ഉണ്ടാക്കിയിട്ട് ഒന്ന് അറേഞ്ച് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അതിൽ കുത്തി കൊടുത്താൽ മതി. അതല്ലാതെ ഇതൊന്ന് കളർ ചെയ്ത് എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഒന്ന് പിച്ചെടുക്കണം. കാരണം ഇത് ഒന്നായിട്ട് നമ്മളങ്ങോട്ട് കളർ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു പ്രോസസ്സായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഓരോന്നായിട്ട് പിച്ചെടുക്കുന്നത്. ഇങ്ങനെ പിച്ചെടുത്തിട്ട് നൂല് വെച്ചിട്ടൊന്ന് ടൈ ചെയ്തെടുത്താൽ മതി. നമുക്കിത് കളർ ചെയ്തെടുക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ടൈ ചെയ്തെടുക്കുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ടും ചെയ്യാം. പക്ഷേ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കുന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്തും നമുക്കിത് എടുത്ത് വെക്കുന്ന സമയത്തൊക്കെ ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയത് ഇതുപോലെ ടൈ ചെയ്തിട്ട് നമ്മൾ ഡൈ ചെയ്തെടുക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് എത്രയാണോ വേണ്ടത് അത്രയും ഇതുപോലെ അങ്ങനെ ഒരുമിച്ച് കെട്ടിയെടുത്താൽ മതി. എന്നിട്ട് ഒരുമിച്ചാണ് നമ്മളത് കളർ ചെയ്തെടുക്കുന്നത്. ഇനി ഈ ഗ്രാസിൽ നമ്മൾ കളർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ഡൈ ആണ് ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ ഡ്രസ്സിലൊക്കെ കളർ ചെയ്യുന്ന ഡൈ ആണ്. അപ്പോൾ ഇതിൻ്റെ ഗ്രീൻ കളറാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇതൊരു പാക്കറ്റ് നമ്മൾ 1 ലിറ്റർ വെള്ളത്തിലാണ് മിക്സ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളത്തിൻ്റെ അളവ് കുറച്ചാൽ മതി. അപ്പോൾ ഇത്തിരി ചൂടുള്ള വെള്ളമാണ് ഞാനിപ്പോൾ ഇതിൽ ഒഴിച്ചിട്ടുള്ളത്. കാരണം ഗ്രാസ് പറഞ്ഞാൽ കുറച്ചൊരു റഫായിട്ടുള്ള ഒരു സർഫസാണ്. അതുകൊണ്ടാണ് ഇത് തിളപ്പിച്ച വെള്ളമായിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ കളർ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫുഡ് കഴിക്കുന്ന കണ്ടെയ്നറൊന്നും എടുക്കരുത്. ഇതുപോലെ എപ്പോഴും വേസ്റ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നർ മാത്രം യൂസ് ചെയ്യാം. എന്നിട്ട് ചൂടോട് കൂടിയിട്ട് തന്നെ ഈ ഒരു ഡൈയിലേക്ക് ഇതൊന്ന് മുക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഈ ഒരു ഗ്രാസ് മുഴുവനായിട്ട് മുങ്ങുന്ന രീതിയിൽ അതിലൊരു 20 സെക്കൻഡ് മുതൽ 30 സെക്കൻഡ് വരെ നമ്മളൊന്ന് മുക്കി വെക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ മുക്കിയെടുത്തിട്ട് ഡൈ ഒക്കെ അതിൽ പിടിച്ചു എന്ന് ഉറപ്പാക്കിയതിന് ശേഷം നമുക്കിത് എടുത്തിട്ടൊന്ന് ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ ഇതുപോലെ വാഴയുടെ ഇലയിലോ അങ്ങനെ എന്തെങ്കിലും ഒരു സ്മൂത്ത് ആയിട്ടുള്ളൊരു സർഫസിൽ വേണ്ടിയിട്ട് വെച്ചിട്ടാണ് നമ്മളിത് ഉണക്കിയെടുക്കേണ്ടത്. അതല്ല പേപ്പറിലോ അങ്ങനെയൊക്കെയാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഡൈ ഒക്കെ ആ പേപ്പർ അങ്ങോട്ട് വലിച്ചെടുക്കും. അപ്പോൾ അങ്ങനെ വലിച്ചെടുക്കാതെ എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഏതെങ്കിലും ഒരു ലീഫിലൊക്കെ ആയിട്ട് നമ്മളിതൊന്ന് വെച്ച് കൊടുത്താൽ മതി. നല്ല വെയിലുള്ള ദിവസങ്ങളിൽ നോക്കിയിട്ട് വേണം നമ്മൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ. അതുമാത്രമല്ല നമ്മളിങ്ങനെ കളറിലൊക്കെ കൈമുക്കുന്ന സമയത്തൊക്കെ ഗ്ലൗസ് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഞാനത് വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ മറന്നു പോയതാണ് യൂസ് ചെയ്യാൻ. അപ്പോൾ ഇതുപോലെ നമുക്ക് എത്രയാണോ വേണ്ടത് അത്രയും ഇതുപോലെ ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്താൽ മതി. ഡയറക്റ്റ് സൺലൈറ്റിൽ വെക്കാതെ സൺലൈറ്റിൻ്റെ ചൂടിൽ വെക്കുക. അതായത് ഇത്തിരി തണലുള്ള ഭാഗത്ത് എന്നാൽ സൺലൈറ്റിൻ്റെ ചൂടോട് കൂടി ഉണങ്ങുന്ന ഒരു ഭാഗത്തായിട്ട് വെച്ചാൽ മതി. ഇനി നമുക്കിത് തിളപ്പിക്കാതെയും യൂസ് ചെയ്യാം. അപ്പോൾ ഇത്ര അങ്ങോട്ട് പെർഫെക്റ്റായിട്ട് കളറിൽ കിട്ടൂല. ഇത്തിരി കട്ടിയുള്ള ഒരു മെറ്റീരിയൽ ആയതുകൊണ്ടാണ് അത്രയും പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടൂല എന്ന് പറയുന്നത്. അപ്പോൾ വെയിലിനനുസരിച്ച് നമുക്ക് ചിലപ്പോൾ 1 ദിവസമോ 2 ദിവസമൊക്കെ ഇങ്ങനെ വെക്കേണ്ടി വരും. അത് നമ്മൾ രാത്രിയിലൊന്നും ഇങ്ങനെ പുറത്ത് വെക്കാതെ എടുത്ത് വെക്കണം. ഇപ്പോൾ ഗ്രീൻ കളർ ഉണ്ടാക്കിയ അതുപോലെ തന്നെ ഞാനിപ്പോൾ റെഡ് കളറിലുള്ള ഗ്രാസും കൂടി ഉണ്ടാക്കുന്നുണ്ട്. ഡ്രൈ ലീവ്സിൻ്റെ തന്നെ റെഡിലുള്ള വെറൈറ്റിയാണ് ഉണ്ടാക്കുന്നത്. ഇതും ആ ഒരു കളർ തന്നെ നമ്മളിങ്ങനെ ചൂടാക്കിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളപ്പോൾ ഉപയോഗിക്കുന്ന കണ്ടെയ്നറൊന്നും ഉപയോഗിക്കരുത്. ഇതിന് വേണ്ടിയിട്ട് മാത്രമാക്കിയിട്ട് 2 പാത്രങ്ങളൊക്കെ നമ്മളങ്ങോട്ട് മാറ്റി വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഈ ഒരു റെഡ് കളറിലും ഗ്രീൻ കളറിലുമാണ് ഞാനിപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത്. അതും ഇതുപോലെ നമ്മൾ വെയിലത്ത് വെച്ചിട്ട് തന്നെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ 2 ദിവസത്തെ വെയിൽ കൊണ്ടിട്ടുണ്ടായിരുന്നു. നല്ല വെയിലുള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ 1 ദിവസത്തെ വെയിൽ തന്നെ കൊണ്ടാൽ മതിയാവും. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് 2 ദിവസത്തെ വെയിലൊക്കെ വേണ്ടി വരും. അപ്പോൾ നന്നായിട്ട് കളർ പിടിച്ചിട്ടുണ്ട്. വീഡിയോയിൽ നല്ല നട്ടുച്ചയ്ക്ക് ഞാൻ വീഡിയോ എടുത്തതുകൊണ്ടാണ് അത്രയ്ക്കായിട്ട് ക്ലിയറായി കാണാത്തത്. നല്ല ഗ്രീൻ കളറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്.
ഇതേപോലെ തന്നെ ഇതിൻ്റെ റെഡ് കളറും തന്നെ നല്ല പക്ക റെഡ് കളറായിട്ടും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എത്ര കാലം വേണമെങ്കിലും ഇങ്ങനെ ഡ്രൈ ആക്കിയിട്ട് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുമാത്രമല്ല എത്ര വേണമെങ്കിലും നമുക്കിങ്ങനെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. നമുക്കിങ്ങനെ ഡൈ ചെയ്യുന്ന പ്രോസസ്സൊക്കെ ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഇനി ഡ്രൈ ലീവ്സ് വെച്ചിട്ടുള്ള കുറച്ച് ക്രാഫ്റ്റൊക്കെ ഞാൻ ഇവിടെ തന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെന്തിനെല്ലാം വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നാൽ മാത്രമേ ഇനിയുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ വീണ്ടും നല്ല വീഡിയോസായിട്ട് വരാം. താങ്ക്